ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ മനസ്സിലാക്കി, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഈ രണ്ട് വഴികളുണ്ട്. രണ്ട് വാതിലും രണ്ട് വഴികളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു വഴി വിശാലമാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരുമാണ്. ഒരു വാതിൽ ഇടുക്കമുള്ളതും അതിന്റെ പാത ഞെരുക്കമുള്ളതുമാണ്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുന്നവനാണ് ഈ ജീവനിലേക്കുള്ള വഴിയിൽ പ്രവേശിക്കുന്നത്. അല്ലെങ്കിൽ ജീവനിലേക്ക് പോകുന്ന വഴിയിൽ പ്രവേശിക്കുന്നവര് ഈ ഇടുക്കുവാതിലൂടെ അകത്ത് കയറുന്നവരാണ്. ഇവിടെ യേശു, നമുക്കറിയാം, രണ്ട് വഴികളുണ്ടെന്ന് യേശു മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പഠിപ്പിച്ചു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലൂടെ യേശു പഠിപ്പിക്കുന്നത്, ഞാനാകുന്നു വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കി, ജീവനിലേക്ക് പോകുന്ന ഒരു വാതിലുണ്ട്. ആ വാതിൽ ഞെരുക്കമുള്ളതാണ്, അതിലൂടെ കടക്കുന്നവർ വളരെ ചുരുക്കമാണെന്ന് നമ്മൾ ആ വീഡിയോയിൽ മനസ്സിലാക്കി. ഇവിടെ യേശു പറയാണ്, അവിടെ നമ്മൾ മനസ്സിലാക്കിയത് ജീവനിലേക്ക് പോകുന്ന ഒരു വാതിലുണ്ട്. ഇവിടെ യേശു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത്, വാതിൽ ഞാനാകുന്നു. അപ്പൊ യേശു പറയുന്ന ഈ വാതിൽ ഏതാണ്? ഈ വാതിൽ ജീവനിലേക്ക് പോകുന്ന വാതിലാണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, എല്ലാവരും ഈ വാതിലിൽ മാത്രമേ എത്തുന്നുള്ളൂ. ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുവാൻ ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ജീവനിലേക്കുള്ള വഴി കണ്ടെത്താൻ കഴിയാത്തത്. ജീവനിലേക്ക് ഉള്ള വഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അത് കണ്ടെത്തുന്നവർ ഈ യേശുവാകുന്ന ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോഴാണ് ഈ ജീവനിലേക്കുള്ള വഴിയിൽ നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് എല്ലാവരും യേശുവിന്റെ അടുക്കൽ വരെ എത്തുന്നു, യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, യേശുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവര് ജീവിക്കുന്നു. എന്നാൽ യേശുവിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോഴാണ് ഈ ജീവനിലേക്കുള്ള വഴി കണ്ടെത്തുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് യേശു, നിന്റെ നാമത്തിൽ ഞങ്ങള് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, വളരെ വീര്യപ്രവർത്തികൾ ചെയ്തു എന്ന് പറയുമ്പോൾ യേശു അവരെ അംഗീകരിക്കാത്തതും അവർ ചെയ്യുന്നത് അധർമ്മമാണെന്ന് പറയുവാനുള്ള കാരണം, ഈ യേശുവാകുന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് ഈ ജീവവഴി കണ്ടെത്തി ജീവവഴിയിലൂടെ നടക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജീവവഴിയിലൂടെ പ്രവേശിക്കാത്തത് കൊണ്ടാണ് യേശു പറയുന്നത്, ഈ ജീവവഴി കണ്ടെത്തുന്നവർ ചുരുക്കമാണെന്ന് പറയുവാനുള്ള കാരണം. എന്നിട്ട് യേശു വീണ്ടും പഠിപ്പിക്കുകയാണ്, ഈ വാതിലിലൂടെ അല്ലാതെ കടക്കുന്നവർ അവർ യഥാർത്ഥ ആടുകളുടെ ഇടയന്മാരല്ല. യഥാർത്ഥ ആടുകളുടെ ഇടയൻ ഈ വാതിലിലൂടെ അകത്ത് കടക്കുന്നവരാണ്. അപ്പൊ യേശു പറയാണ്, ഞാനാണ് ഇടയൻ, ഞാനാകുന്നു നല്ല ഇടയൻ. നല്ല ഇടയന്റെ ഒരു ലക്ഷണം ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് ഈ ജീവവഴിയിൽ പ്രവേശിക്കുന്നവനാണ്. വീണ്ടും യേശു പഠിപ്പിക്കുന്നത്, ഈ നല്ല ഇടയന്റെ ഒരു പ്രത്യേകത യേശു ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് വചനം ഞാനൊന്ന് വായിക്കാം. യേശു പറയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇനി വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പൊ നല്ല ഇടയന്റെ ഒരു ലക്ഷണം, അല്ലെങ്കിൽ നല്ല ഇടയന്റെ ഒരു പ്രത്യേകത ഇവിടെ യേശു പഠിപ്പിക്കുന്നുണ്ട്. ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിച്ചവനാണ് നല്ല ഇടയൻ എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. നല്ല ഇടയന്റെ പ്രത്യേകത, അവൻ പിതാവിനെ അറിയുന്നു, പിതാവ് അവനെ അറിയുന്നു. ഈ നല്ല ഇടയന്റെ ആടുകൾ അവനെ അറിയുന്നു, ആടുകൾ അവനെ അനുഗമിക്കുകയും ചെയ്യുന്നു എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. എന്നിട്ട് യേശു പഠിപ്പിക്കുന്ന, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ്. നമുക്ക് വീണ്ടും ഈ ജീവന്റെ വഴിയിലേക്ക് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്നിലൂടെ അകത്ത് കടക്കുന്നവൻ രക്ഷ പ്രാപിക്കും, അവൻ പുറത്തു വരികയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ യേശുവിലൂടെ ഈ ഇടുക്കുവാതിലൂടെ അകത്ത് പ്രവേശിച്ച് ഈ ജീവവഴിയിൽ പ്രവേശിക്കുന്നവനാണ് ഈ ജീവനെ കണ്ടെത്തുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലൂടെ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ
വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, യേശു ആദ്യം പഠിപ്പിച്ചത് ഞാൻ വാതിലാകുന്നു. അപ്പൊ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുന്നവനാണ് ഇപ്പൊ വീണ്ടും ഇവിടെ പഠിപ്പിക്കുന്നത് വഴിയും. അപ്പൊ ഈ ജീവന്റെ വാതിലിലൂടെ, ഈ ഇടുക്കുവാതിലിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഈ വഴിയിലെത്തി. ഈ വഴി ജീവനിലേക്കുള്ള വഴിയാണ്. അപ്പൊ യേശു പഠിപ്പിച്ച ആ വഴിയിൽ നമ്മൾ എത്തി. അപ്പൊ അതിന് യേശുവിലൂടെ നമ്മൾ അകത്ത് പ്രവേശിക്കണം. അകത്ത് പ്രവേശിക്കുമ്പോഴാണ് ഈ വഴി കണ്ടെത്തുന്നത്. ഈ വഴിയിൽ പ്രവേശിച്ചാൽ നമുക്ക് വഴിയും സത്യവും, യേശു പറയും ഈ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അപ്പൊ ആദ്യം നമ്മൾ ഈ വഴിയിൽ പ്രവേശിക്കണം. അതിന് നമ്മൾ യേശുവാകുന്ന ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കണം. അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിയിൽ പ്രവേശിച്ചു. ഈ വഴിയിലൂടെ നടക്കുമ്പോഴാണ് നമുക്ക് വഴിയും സത്യവും. ഈ സത്യം എന്ന് പറയുന്നത് വചനമാണ്. ഈ വചനം നമുക്ക് ലഭിക്കുന്നത് ഈ ജീവന്റെ വഴിയിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോഴാണ്. ഈ വചനം വഴിയും സത്യവും, പിന്നെ വരുന്നത് ജീവനാണ്. അപ്പൊ ഈ വചനത്തിൽ നിന്നാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. അപ്പൊ യേശു പഠിപ്പിച്ചത് ഈ യേശുവാകുന്ന വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് നമ്മൾ ഈ ജീവന്റെ വഴി കണ്ടെത്തിയാൽ ആ വഴിയിലൂടെ നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ വഴിയിൽ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് സത്യം അല്ലെങ്കിൽ വചനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ലഭിക്കുന്നത്. ഈ വചനത്തിലൂടെയാണ്, അല്ലെങ്കിൽ വചനത്തിൽ നിന്നാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ വഴിയിൽ പ്രവേശിച്ച് ക്രിസ്തുവിനെ ലഭിച്ച് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത് ഈ വഴി നമുക്ക് കാണിച്ചു തരുന്നത് യേശുവാണ്. അപ്പൊ യേശുവിലൂടെ നമ്മൾ അകത്ത് പ്രവേശിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ക്രിസ്തുവിനെയാണ്. ഈ ക്രിസ്തുവിനെ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടും. അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ ജീവവഴിയിലൂടെ അകത്ത് പ്രവേശിച്ച് നമ്മള് വഴി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ വഴിയിലൂടെ നടക്കുമ്പോൾ ആ വഴിയിലൂടെ ആണ് നമുക്ക് സത്യം അല്ലെങ്കിൽ വചനം ലഭിക്കുന്നത്. ഈ വചനത്തിലാണ് ജീവൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത്. അങ്ങനെ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് യേശു പഠിപ്പിക്കാനുള്ള കാരണം, ആദ്യമായിട്ട് ഈ ജീവന്റെ വഴിയിൽ പ്രവേശിച്ച് ഈ ജീവൻ നേടിയത് അല്ലെങ്കിൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നത് യേശുവാണ്. അതുകൊണ്ടാണ് എന്നിലൂടെയാണ് എല്ലാവരും പിതാവിന്റെ അടുക്കൽ എത്തുന്നതെന്ന് യേശു പഠിപ്പിക്കുവാനുള്ള ഒരു കാരണം. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ഈ ജീവവഴിയിൽ പ്രവേശിച്ച് സത്യം അല്ലെങ്കിൽ വചനം ലഭിച്ച് ഈ വചനത്തിലൂടെ ജീവനുള്ളവരായി തീരണമെന്നാണ് യേശു ലോകത്തെ പഠിപ്പിച്ചത്. എന്നാൽ ലോകം ഇത് തിരിച്ചറിയുന്നില്ല. യേശുവിലൂടെ യേശുവിന്റെ അടുക്കലെത്തി ആളുകൾ യേശുവിന്റെ അടുക്കൽ വരെ മാത്രമേ എത്തുന്നുള്ളൂ. യേശുവിലൂടെ അകത്ത് പ്രവേശിക്കുമ്പോഴാണ് നമ്മൾ ജീവവഴിയിൽ പ്രവേശിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ജീവവഴിയിലൂടെ അകത്ത് നമ്മൾ ഈ യേശുവാകുന്ന ഈ വാതിലിലൂടെ അകത്ത് പ്രവേശിച്ച് ജീവവഴി കണ്ടെത്തി ആ വഴിയിൽ നിന്ന് നമ്മൾ സത്യം അല്ലെങ്കിൽ വചനം ലഭിച്ച് ആ വചനത്തിലാണ് ജീവൻ ഇരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ഈ സത്യവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവനുള്ളവരായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈ ജീവവഴിയിൽ പ്രവേശിച്ച് നിത്യജീവന് ഉടമകളായി തീരുവാൻ നമുക്ക് പരിശ്രമിക്കുകയും അതിനായി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. അതിന് ദൈവം നിങ്ങളെല്ലാവരെയും ആ ജീവവഴിയിലേക്ക് വഴി നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ചിന്തിക്കാം.